നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഫോർത്ത് മൊഡ്യൂൾ എന്തിനെ പറ്റിയായിരുന്നു? നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഫാൻ ഓഫ് ഫ്ലോ. ഓക്കെ, ആക്ച്വലി ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്ലോസിന്റെ ഒരു കൈൻഡ് ഓഫ് ഫ്ലോ ആണ് അല്ലെ? 4 ടൈപ്പ് ഓഫ് സിമ്പിൾ ഫ്ലോസ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഏരിയ ചേഞ്ച് നമ്മൾ പറഞ്ഞു. വേറെ ഏതൊക്കെ പറഞ്ഞേ? ഫ്രിക്ഷൻ പറഞ്ഞു. ഇനി അടുത്ത മൊഡ്യൂൾ നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഫ്ലോസ് തന്നെ വേറൊരു ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ വെച്ചിട്ട്, അതിനകത്ത് ബാക്കി എല്ലാ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽസിനും നെഗ്ലക്ട് ചെയ്തിട്ട് ഫ്രിക്ഷൻ അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല, വേരിയബിൾ ക്രോസ് സെക്ഷൻ അല്ലാതെ തേർഡ് ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് വരുന്ന സിമ്പിൾ ഫ്ലോനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് റെയിലി ഫ്ലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫാൻ ഓഫ് ഫ്ലോ നോക്കി. എന്തായാലും ഫാൻ ഓഫ് ഫ്ലോന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഏരിയ അറ്റാക്ക് വിത്ത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷണൽ എഫക്റ്റ് കൊണ്ടായിരുന്നു എന്ത് ഫ്ലോ പാരാമീറ്റേഴ്സ് വേരി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെയിലി ഫ്ലോ എന്നാണ്. റെയിലി ഫ്ലോയില് ഫ്ലോ പാരാമീറ്റേഴ്സ് വാരി ചെയ്യുന്നത് ഹീറ്റ് അഡീഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ഒന്നുകിൽ ഹീറ്റ് അഡീഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ ആയിരിക്കും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡെക്റ്റ് കൺസിഡർ, ഒരു ഏരിയ ക്രോസ് സെക്ഷൻ വേരി ചെയ്യില്ല, ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡെക്റ്റ് കൺസിഡർ ചെയ്യും. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ് നടക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂസ്ലി ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു എക്സ്റ്റേണലി ഒരു ഹീറ്റ് അഡീഷൻ നടക്കുക, അല്ലെങ്കിൽ ഇൻസൈഡ് തന്നെ ഒരു ഹീറ്റ് റിജക്ഷനോ ഹീറ്റ് അഡീഷനോ നടക്കുന്ന പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക്. ആ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ കൊണ്ട് ഫ്ലൂയിഡ് ഫ്ലോ പാരാമീറ്റേഴ്സ്, ഫ്ലൂയിഡ് ഫ്ലോന്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്ന കേസസിനാണ് നമ്മൾ എന്താ പറയുക? അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഫ്ലോസ്, ടൈപ്പ് ഓഫ് സിമ്പിൾ ഫ്ലോ where the heat addition or heat rejection is considered as a driving potential. Such flows are known as Rayleigh flow. Okay, so a frictionless, നമ്മൾ എന്ത് ഇതിനകത്ത് എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽസിനെയും നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. ആക്ച്വലി ഒരു കണ്ടീഷൻ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ, ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായാലും ഫ്രിക്ഷൻ എഫക്ട്സ് ഉണ്ടാവും. ഒരു ഫ്ലൂയിഡ് എന്തായാലും ഫ്ലോ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവില്ല, അതിൽ ഫ്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ, നമ്മൾ ആ ഫ്രിക്ഷൻ എഫക്റ്റിനൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് ഈ റെയിലി ഫ്ലോയിൽ കൺസിഡർ ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫ്രിക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എഫക്റ്റ് വരുമ്പോൾ ഹീറ്റ് അഡീഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഹീറ്റിന്റെ ഫാക്ടർ ഒക്കെ നമ്മൾ എന്താണ്, ഫാൻ ഓഫ് ഫ്ലോന്റെ കേസിൽ ഹീറ്റ് ഫാക്ടറും അതുപോലെയുള്ള റിമൈനിങ് പാരാമീറ്റേഴ്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇവിടെയാണ് ഫ്രിക്ഷൻ കൊണ്ട് ഫ്ലോ പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ വാരി ചെയ്യുന്നുള്ളത്. അതേപോലെ സിമിലർലി ഇവിടെ റെയിലി ഫ്ലോയിൽ വരുമ്പോൾ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ, ഈ കേസസിൽ എങ്ങനെ ഫ്ലോ പാരാമീറ്റേഴ്സ് വാരി ചെയ്യുന്നതാണ്. ഓക്കെ, സോ എ ഫ്രിക്ഷൻലെസ് ഫ്ലോ പ്രോസസ് ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡെപ്ത് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് റെഫേർഡ് ടു ആസ് റെയിലി ഫ്ലോ. ഓക്കെ, ആക്ച്വലി പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഹീറ്റ് ആഡപ്പ് ആവുന്നത് അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് ആവുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച് പർപ്പസ്. എന്താ, ഒരു മീഡിയത്തിന് വേറൊരു മീഡിയത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മീഡിയത്തിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ ഒരു മീഡിയത്തിലേക്ക് ഹീറ്റ് ആഡപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ എന്താ ഇതിന്റെ അകത്ത് ഹീറ്റ് റിമൂവ് ആവുന്നത്. ഇങ്ങനെയുള്ള കേസസിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഇതിന്റെ റെയിലി ഫ്ലോ. ബൈ ടേക്കിംഗ് സർട്ടൻ അസംഷൻ, നമ്മൾ സർട്ടൻ അസംഷൻ ഫ്രിക്ഷണൽ എഫക്ട്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ കേസിലേക്ക് വരും. ആക്ച്വൽ പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫ്രിക്ഷൻ എഫക്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതിനൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നു എന്നൊരു അസംഷൻ എടുക്കുമ്പോഴാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യുമ്പോൾ എക്സ്റ്റേണലി ഒരു ഹീറ്റ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻസൈഡിലെ ഫ്ലൂയിഡിലേക്ക് തന്നെ അത് ബേൺ ചെയ്തിട്ട് ഒരു ഹീറ്റ് ആഡപ്പ് ആകുന്നുണ്ട്. ഓക്കെ, ആ ഒരു കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും, ഒരു റെയിലി ഫ്ലോന്റെ അനാലിസിന് വേണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലോ പ്രോസസ്, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലോ പ്രോസസ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലോ പ്രോസസ് ഒക്കറിങ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ഒരു കമ്പഷൻ ചേമ്പർ ഒക്കെ. ഓക്കെ, ഇനി നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ അല്ലെങ്കിൽ അതിന് ഇനീഷ്യലി ഇല്ല കോൺസ്റ്റന്റ് വേരിയബിൾ ഏരിയ ഫ്രിക്ഷൻ, അതൊക്കെ വേരിയബിൾ ഏരിയ കൺസിഡറേഷൻ, അതിലൊക്കെ പറയുമ്പോൾ നമ്മൾ സർട്ടൻ അസംഷൻസ് എടുത്തിട്ടുണ്ട് അല്ലെ? അതുപോലെ ഈ റെയിലി ഫ്ലോ എന്നുള്ള കേസിൽ എടുക്കുന്ന സർട്ടൻ അസംഷൻ, ഈ അസംഷൻസ് വെച്ചാല് ഈ റെയിലി ഫ്ലോ അനാലിസിസ് മെത്തേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോബ്ലം ആയാലും അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പറിന്റെ പ്രോബ്ലം ആയാലും ആ അനാലിസിനൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ അസംഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യണം. അല്ലാത്തൊരു കേസിൽ ഒരിക്കലും റെയിലി ഫ്ലോ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ അസംഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒന്ന്, ഫസ്റ്റ് ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ്, then frictional effects are negligible
compared to heat transfer effects. Then there is no mass addition or rejection during continuity equation apply ചെയ്താണ് mass add up ആവോ rejected ആവുന്നില്ല constant ആയിട്ടുള്ള mass ആയിരിക്കും throughout ഉണ്ടാവുക. Then gas flowing is a perfect gas and composition of gas does not change appreciably during the flow. The flow is steady and one dimensional. ഇതൊക്കെ steady one dimensional external shaft work ഇല്ല. ഇതൊക്കെ നമ്മുടെ simple flow എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും സെക്കൻഡ് മൊഡ്യൂളിന്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അവിടുന്നാണ് നമ്മൾ സിമ്പിൾ ഫ്ലോനെ സർട്ടൻ അസംഷൻ എടുത്ത് സിമ്പിൾ ഫ്ലോ ആക്കി അവിടെ നിന്നാണ് ജനറൽ ഫ്ലോ സിമ്പിൾ ഫ്ലോയിലേക്ക് കൊണ്ടുവന്നു. സർട്ടൻ അസംഷൻസ് എടുത്തിട്ട് സ്റ്റഡി വൺ ഡയമെൻഷൻ ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസ് അങ്ങനെയുള്ള അസംഷൻസ് ഒക്കെ എടുത്ത് അവിടെ നിന്നാണ് ഡിഫറെന്റ് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ 4 ഡിഫറെന്റ് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ക്ലാസിഫൈ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഒരു വേരിയബിൾ ഏരിയ ഫ്രിക്ഷൻ ഐസെൻട്രോപിക് ഫ്ലോസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ എഫക്ട് വരുന്നത് ഫാനോ ഫ്ലോസ്, ഇനി ഹീറ്റ് ട്രാൻസ്ഫർ അഡിഷൻ വരുന്നത് ദാറ്റ് ഈസ് റെയിലി ഫ്ലോസ്. ഇനി വേറൊരു കേസ് വരുമ്പോൾ മാസ് അഡീഷനുള്ള ഒരു ഫ്ലോ വരും. ഓക്കെ, അങ്ങനെയാണ് ഡിഫറെന്റ് കേസസ് വരുന്നത്. സോ 7th one is there is no external shock flow, then body force are absent, then there is no obstructions in the flow. സോ ഇത്രയും അസംഷൻസ് ആണ് നമ്മൾ എവിടെ എടുക്കണേ, ഒരു റെയിലി ഫ്ലോ ഉള്ള അസംഷൻ എടുക്കും. റെയിലി ഫ്ലോ അനാലിസിസിൽ ഒരു ഫ്ലോനെ നമ്മൾ റെയിലി ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് റെയിലി ഫ്ലോ അനാലിസിസ് നടത്തണമെങ്കിൽ ഇത്രയും അസംഷൻസ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, so the flow which satisfies the aforementioned assumptions to a reasonable extent is termed as a Rayleigh flow, right? A simple heat addition or heat rejection flow അല്ലെങ്കിൽ ഒരു Rayleigh flow എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ജസ്റ്റ് അതിന്റെ ഐഡിയ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, നമ്മൾ ഫാനോ ഫ്ലോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫാനോ ലൈൻസ് എന്താണ്. ഓക്കെ, അതായത് ഫാനോ ഫ്ലോനെ നമ്മളൊരു HS ഡയഗ്രത്തിൽ അല്ലെങ്കിൽ PB ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫാനോ ഫ്ലോ പ്രോസസ്, ആ ടോട്ടൽ ഫ്ലോ പ്രോസസ്സിനെ സബ്സോണിക്കിൽ എങ്ങനെയായിരിക്കും, സൂപ്പർ സോണിക്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കർവിന്റെ ഷേപ്പ് ഒരു മാക്സിമം m=1 പോയിന്റിലേക്ക് വരുന്നത് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സിമിലർലി എവിടെയുണ്ട് റെയിലി ഫ്ലോന്റെ കേസിലും ഒരു ലൈൻ ഉണ്ടാവും. ഓക്കെ, സോ ലോക്കസ് ഓഫ് എന്താണ് ഈ റെയിലി ഫ്ലോ പ്രോസസ്സിൽ നടക്കുന്ന പോയിന്റ്സിന്റെ ഒക്കെ ഒരു ലോക്കസ് ആണ് എന്ത് റെയിലി ലൈൻ എന്ന് പറയുന്നത്, റൈറ്റ്? നമ്മൾ അതിന്റെ ഫ്ലോ പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്ന അല്ലെങ്കിൽ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഓഫ് റെയിലി ഫ്ലോ പ്രോസസ് ക്യാൻ ബി ഡിസ്ക്രൈബ് ബൈ എ കർവ്. such curves or lines are known as Rayleigh line or the locus of quasi-static thermodynamic state points traced during the flow. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചിലപ്പോൾ സബ്സോണിക് ആയിരിക്കും, നമ്മൾ സിമിലർ ആണ്. അപ്പം കഴിഞ്ഞ മൊഡ്യൂൾസ് ഒക്കെ പറഞ്ഞ മെത്തേഡ് തന്നെ വരുന്നതാണിത്. ഇനീഷ്യൽ പോയിന്റ് സബ്സോണിക് ആണെങ്കിൽ അതിലേക്ക് ഹീറ്റ് ആഡപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ പ്രോസസ്സ് എങ്ങനെ മാറും, അല്ലെങ്കിൽ മാക് നമ്പറിന് എന്ത് സംഭവിക്കും, മാക് നമ്പർ കൂടി വരും. സബ്സോണിക് ഫ്ലോ ആണ് ഇനീഷ്യൽ കണ്ടീഷനിലെങ്കിൽ അതിന് മാക് നമ്പർ കൂടി വരും അല്ലെങ്കിൽ കുറഞ്ഞു വരും. ഹീറ്റ് അഡീഷനിൽ എന്ത് സംഭവിക്കും, കൂളിംഗ് പ്രോസസ്സിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഹീറ്റ് ആഡ് ആയിട്ട് വരുമ്പോൾ അതിന്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് വേരി ചെയ്യും അല്ലെ. സ്റ്റാറ്റിക് തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് വേരി ചെയ്യും. ആ വേരി ചെയ്യുന്ന സ്റ്റേറ്റ്സിനെയൊക്കെ അതിന്റെയൊക്കെ ലോക്കസ് അതിന്റെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എന്ത് റെയിലി ലൈൻ എന്ന് പറയുന്നത്. അത് സബ്സോണിക്കിന്റെ ഒരു ലൈൻ ഉണ്ടാവും, സൂപ്പർ സോണിക്കിന്റെ ഒരു ഡിഫറെന്റ് ലൈൻ ഉണ്ടാവും. നമ്മൾ ഫാനോ ഫ്ലോയിൽ പറഞ്ഞ പോലെ തന്നെ ഫാനോ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തത് സിമിലർലി റെയിലി ഫ്ലോന്റെ ഇക്വേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കർവ്. ഓക്കെ, റെയിലി ഫ്ലോന്റെ സർട്ടൻ ഇക്വേഷൻസ് ഉണ്ടാവല്ലോ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഐസെൻട്രോപിക് ഫ്ലോന് നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഫാനോ ഫ്ലോന് ഗവേണിംഗ് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. സിമിലർലി റെയിലി ഫ്ലോനും സർട്ടൻ ഗവേണിംഗ് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. സച്ച് ഗവേണിംഗ് ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് Rayleigh lines. ഓക്കെ, ഒരു TS ഡയഗ്രം അല്ലെ ഒരു HS ഡയഗ്രത്തിൽ വരുമ്പോൾ ഒരു സാമ്പിൾ Rayleigh ലൈനിന്റെ ഫോർമേഷൻ ആണ് ഈ പറഞ്ഞത്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നൂടെ. ഒരു ജസ്റ്റ് സിംപ്ലി ഒരു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ്. ഓക്കെ, ഇതൊരു കൂളിംഗ് പ്രോസസ്സിലുള്ള Rayleigh ലൈനായി കാണിച്ചേക്കാണ്. കൂളിംഗ് ചെയ്യുമ്പോൾ സബ്സോണിക് റീജിയനിലും സൂപ്പർസോണിക് റീജിയനിലും എങ്ങനെയാണ് പ്രോസസ്സ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇതായിരിക്കും ഒരു ബേസിക് Rayleigh line structure for a constant
മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റിനുള്ള കർവാണിത്. മാസ് ഫ്ലോ റേറ്റ് വേരി ചെയ്യുമ്പോൾ എന്താവും, ഈ കർവും വേരി ചെയ്യും, ഇത് ഷിഫ്റ്റ് ചെയ്യും, ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇല്ല റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോറി. സോ ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റിലെ എച്ച് എസ്, ഒരു മൊളിയർ ഡയഗ്രാം, എച്ച് എസ് ഡയഗ്രാം അല്ലെങ്കിൽ മൊളിയർ ചാർട്ട് ഓഫ് എ ഫാനോല, സോറി റെയിലി ലൈൻ, ഇതാണ് ഈ കാണിച്ചേക്കണം. ഓക്കെ, ഇനി സിമിലർ ടു ഐസോട്രോപിക് ഫ്ലോ അല്ലെങ്കിൽ ഫാനോ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് റെയിലി ഫ്ലോയിനും കറസ്പോണ്ടിങ്ങിന് സിമിലർ ആണ്, വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, സിമിലർ മെത്തേഡ്സിലാണ് വരുന്നത്. ഓക്കെ, സോ ഗവേണിംഗ് ഇക്വേഷൻസ്, കാരണം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ റീജിയനിലൊക്കെ റെയിലി ഫ്ലോ ഈ മൊഡ്യൂൾസിനൊക്കെ നിങ്ങൾക്ക് വരുന്നതൊക്കെ പ്രോബ്ലംസ് ആണ്. ഒന്നുകിൽ ലേറ്റർ പാർട്ടിലേക്ക് വരാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ചില തിയറി ചോദിക്കുക വെച്ചാൽ ഒരു ഫാൻ ഓഫ് ഫ്ലോന്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാക് നമ്പർ 1 ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ റെയിലി ഫ്ലോന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാക് നമ്പർ 1 എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ നടക്കുന്നു, പ്രോപ്പർട്ടി വേരിയേഷൻസ് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മേജർ വരാറ്. ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങൾ പ്രോബ്ലംസ് തന്നെയാണ്. റെയിലി ഫ്ലോന്റെ ഈ മൊഡ്യൂൾസിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രോബ്ലംസ് തന്നെയാണ്. ചില ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഈ ഇനീഷ്യൽ സ്റ്റേജിലെ ഗവേണിംഗ് ഇക്വേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം നോക്കിയാൽ ആ റേഞ്ചിൽ മാത്രമേ ഇതൊക്കെ കാര്യങ്ങൾ വരും. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കിയാൽ മതി, ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് പോലെ റെയിലി ഫ്ലോന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് ദി ഇക്വേഷൻസ് ഫോർ റെയിലി ലൈൻ, നമ്മളെപ്പോഴും അസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ് ആണ്, ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആണ് കോൺസ്റ്റന്റ് ഏരിയ ഡെക്കിലൂടെ പാസ് ചെയ്യുന്നത് വിത്ത് either heat addition or heat rejection to the surrounding or inside the fluid properties. Okay, with that fluid properties will be varying. Okay, ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡെക്കിലൂടെ compressible fluid flow steady flow pass ചെയ്യുന്നു. We are taking as an assumption that gas is a perfect gas and in which heat addition or heat rejection is taking place. Along with that, fluid properties also vary with that process. Okay, so simple form of continuity equation നമ്മൾ മുന്നേ പറഞ്ഞൊക്കെയാണ് മാസ് വെലോസിറ്റി അല്ലെങ്കിൽ മാസ് റോ വി ഈസ് ഈക്വൽ ടു ജി ഈക്വൽ ടു എം ഡോട്ട് ബൈ എ ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ എ കോൺസ്റ്റന്റ് ഏരിയ ഡെക്ട് എടുക്കുന്ന കേസിലൊക്കെയാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതും. ഫാൻ ഓഫ് ഫ്ലോന്റെ കേസിൽ നമ്മൾ കോൺസ്റ്റന്റ് ഏരിയ ഡെക്ട് ആയിരുന്നു, അതുപോലെ റെയിലി ഫ്ലോന്റെ കേസിൽ കോൺസ്റ്റന്റ് ഏരിയ ഡെക്ട് ആണ്. സോ ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ മാസ് ഫ്ലോ റേറ്റിന്റെ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഫോർമാറ്റിലേക്ക് എഴുതുന്നത്. സോ റോ വി ഈക്വൽ ടു ജി എന്ന് വരും. ഓക്കെ, റോ വി ഈക്വൽ ടു G, that is equal to m dot by A, that's equal to a constant. That is the simplest form of continuity equation in case of Rayleigh flow. G is the mass velocity. Any momentum equation എങ്ങനെ വരും? പി എ പ്ലസ്, ഇതൊക്കെ മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇങ്ങനെ ഫോർമാറ്റിലേക്ക് പറഞ്ഞു വരുന്നത്. പി എ പ്ലസ് റോ എ വി സ്ക്വയർ ഈക്വൽ ടു എഫ്. ഈ എഫ് എന്താണ്? ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ സോൾവ് ചെയ്തിട്ടില്ലാണ്, മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലാണ്. എന്തായിരുന്നു എഫ്? ടോട്ടൽ ഫോഴ്സ് അല്ലേ? ടോട്ടൽ ഫോഴ്സ് ആണോ എഫ് എന്ന് പറയുന്നത്? നമ്മൾ വേറൊരു ടേം ഡിറൈവ് ചെയ്തിന് എഫിന് വേണ്ടിയിട്ട്, പി എ പ്ലസ് റോ എ വി സ്ക്വയറിന്. ഈ ഇക്വേഷൻ മുന്നേ പഠിച്ചിട്ടുണ്ടായത് മൊഡ്യൂളിൽ? തേർഡ് മൊഡ്യൂളിൽ ഇമ്പൾസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ? സ്ട്രീം ത്രസ്റ്റ് ആൻഡ് ഇമ്പൾസ് ഫംഗ്ഷൻ നിങ്ങൾ ഒന്ന് എടുത്തു വെച്ച് നോക്കുക കേട്ടോ. വൈകുന്നേരം പോയി ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് സ്ട്രീം ത്രസ്റ്റ് ആൻഡ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നുണ്ട്. ഓക്കെ, പ്രഷർ ഫോഴ്സ് പ്ലസ് മൊമെന്റം ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പഠിച്ചില്ലേ നമ്മള്? ഫോഴ്സ് തന്നെ പറഞ്ഞ കറക്റ്റ് തന്നെ, പക്ഷെ അങ്ങനെ ഒരു ടേം ഈ ഒരു ഇക്വേഷൻ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചത് അവിടെയാണ്, ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഇറ്റ് വിൽ ബി എ പ്രഷർ ഫോഴ്സ് പ്ലസ് മൊമെന്റം ഫോഴ്സ് ആണ്. F is impulse function and it is the sum of pressure force and momentum force. Okay, ഇതിൽ നമ്മൾ ഈ കേസിൽ എന്താ, ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ഏരിയനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. സോ പി പ്ലസ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഈക്വൽ ടു കോൺസ്റ്റന്റ്. Okay, P plus rho v square is equal to F by A equal to constant. It is the
format of momentum equation. Okay, momentum equation. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇതിലേക്കൊന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുക. ദാറ്റ് ഈസ് റോന് ഞാൻ എന്ത് ചെയ്തു, ജി ബൈ വി എന്ന് കൊടുത്തു. ഓക്കെ, റോന് ജി ബൈ വി എന്ന് എടുത്തിട്ട് ഇക്വേഷൻ എഴുതി. സോ എന്ത് വരും, പി പ്ലസ് ജി സ്ക്വയർ ബൈ റോ ഈക്വൽ ടു കോൺസ്റ്റന്റ് വരും. ഈ ഇക്വേഷനിൽ റോന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നില്ല ജി ബൈ വി കൊടുത്താൽ എന്ത് വരും, ജി ബൈ വി ഒരു വി വി ക്യാൻസൽ ആയാൽ എന്ത് വരും, ഇക്വേഷൻ പി പ്ലസ് ജി സ്ക്വയർ ബൈ റോ ഈക്വൽ ടു കോൺസ്റ്റന്റ് വരും. ഇത് അനദർ ഫോമാറ്റ് ആണ്, വേറൊരു ഫോമാറ്റിലേക്ക് എഴുതിയാണ് മൊമെന്റ് ഇക്വേഷൻ. എന്തിന്, പിയും സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ 1/ρ തമ്മിൽ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഫാനോ ലൈനിനെ ഒരു പി വി ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, പിയും റോയും തമ്മിലുള്ള റിലേഷൻ 1/ρ വെച്ചിട്ട് സ്പെസിഫിക് വോളിയം പി വി ഡയഗ്രത്തിലേക്ക് ഫാനോ ലൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ജി എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫ്ലോ കൺസിഡർ ചെയ്ത് ഒരു പർട്ടിക്കുലർ മാസ് വെലോസിറ്റിയിലെ ഫ്ലോ കൺസിഡർ ചെയ്ത ജി വാല്യൂ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. മാസ് ഫ്ലക്സ് കൺസിഡർ ചെയ്ത ജി വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ പിയും 1/ρ കാര്യം സ്പെസിഫിക് വോളിയം, പിയും സ്പെസിഫിക് വോളിയം തമ്മിലുള്ള റിലേഷൻ കിട്ടും നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് മാസ് വെലോസിറ്റിക്ക്, അതായത് പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ജി വാല്യൂവിന് നമുക്ക് റെയിലി ഫ്ലോന്റെ റെയിലി ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എവിടെ, പി വി ഡയഗ്രത്തിൽ. ഓക്കെ, ഒരു പി വി ഡയഗ്രത്തിൽ റെയിലി ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. പി പ്ലസ് ജി സ്ക്വയർ ബൈ റോ എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, റെയിലി ലൈനിലേക്ക് പി വി ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് സ്ട്രെയിറ്റ് ലൈൻ വിൽ ബി representing a Rayleigh line for a constant mass velocity. Okay. ഈ ജിന്റെ വാല്യൂ മാറുന്നതിനൊക്കെ അല്ലെങ്കിൽ മാസ് ഫ്ലക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് വരും, ഈ ലൈന് മാറി റെയിലി ലൈന് മാറും. ഓക്കെ, ബേസിക് ആയിട്ട് അധികം ചോദിക്കാറില്ല നിങ്ങൾക്ക്. ബേസിക് ആയിട്ട് എങ്ങനെ പി വി ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എച്ച് എസ് ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ പി വി ഡയഗ്രത്തിൽ വരുമ്പോൾ എന്തായിരിക്കും, റെയിലി ലൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അവിടെ പി വി ഡയഗ്രത്തിൽ. റെയിലി ലൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി എച്ച് എസ് ഡയഗ്രത്തിലേക്ക് ഇതേ റെയിലി ലൈൻ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇതേ റിലേഷൻസിനെ ഒന്ന് എച്ച് എസ് ഡയഗ്രത്തിലേക്ക് കണക്ട് ചെയ്യണം. പി എസ് എഫ് പി എസ് നമ്മൾ പ്രഷറിന്റെ ഒരു ഫംഗ്ഷൻ ഓഫ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, അതുപോലെ ഡെൻസിറ്റിനെയും ഫംഗ്ഷൻ ഓഫ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി എഴുതി യൂസിങ് നമ്മൾ ബേസിക് ആയിട്ട് തെർമോഡൈനാമിക് റിലേഷൻസ് വെച്ചിട്ട്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഫ്രം ദ ബിഗിനിങ് മുതൽ പറയുന്നതാണ് ഇത്. ഓക്കെ, പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വെച്ചിട്ട്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്കിലുള്ള റിലേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, ഡെൻസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി എഴുതുക. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇക്വേഷൻസിനെ പി പ്ലസ് ജി സ്ക്വയർ ബൈ റോ ഈ റിലേഷൻ വെച്ചിട്ട് നമ്മളെ റെയിലി ലൈനിനെ എച്ച് എസ് ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഒരു എച്ച് എസ് ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്യണം. എച്ച് എസ് ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്താൽ ഈ ഒരു ഫോമാറ്റിലായിരിക്കും വരിക. ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് മാസ് ഫ്ലക്സ് അല്ലെങ്കിൽ ജി വാല്യൂ, മാസ് വെലോസിറ്റി വാല്യൂ എടുത്താൽ, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് മാസ് ഫ്ലക്സ് വാല്യൂ എടുത്താൽ, ജി വാല്യൂവിന് എടുത്താൽ റെയിലി ലൈൻ വിൽ ബി റെപ്രസെന്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഫാനോ ഫ്ലോന് ഫാനോ ലൈന് നമ്മൾ ഇതുപോലത്തെ ഒരു കർവ് പഠിച്ചാണ് അല്ലേ. ഈ ഒരു ഫോമാറ്റിൽ അപ്പർ റേഞ്ചിൽ സബ് സോണിക്കും ലോവർ റേഞ്ചിൽ സൂപ്പർ സോണിക്കും ആയിട്ടുള്ള ഒരു കർവ് വരച്ചാണ് അല്ലെ. ഒരു പർട്ടിക്കുലർ ദെൻ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു മാക് നമ്പർ 1 എന്നുള്ള പോയിന്റിലേക്ക് വരുന്നു എന്നുള്ളതിൽ പഠിച്ചിട്ടില്ലേ. ഫാനോ ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. സോ സിമിലർലി ഒരു റെയിലി ലൈനിനെ എച്ച് എസ് ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്ത ഈ ഒരു ഫോമാറ്റിലേക്ക് വരാം. ഓക്കെ, സോ ഇതിൽ ഒരു മാക്സിമം, ഇതിൽ മേജർ ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഉള്ളത്. ഒരു മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ടാവും, ഇതിൽ എസ് എന്ന് മാർക്ക് ചെയ്ത്. ഈ ടോട്ടൽ റെയിലി ലൈൻ പ്രോസസ്സിൽ ഒരു മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ദിസ് റെപ്രസെന്റഡ് ബൈ എസ്. ആൻഡ് ഒരു മാക്സിമം എൻതാൽപ്പി പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു മാക്സിമം സ്റ്റാറ്റിക് എൻതാൽപ്പി പോയിന്റ് ഉണ്ടാവും. ഒരു റെയിലി ലൈനിൽ മാക്സിമം എൻതാൽപ്പി പോയിന്റ് ഉണ്ടാവും, മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഫർദർ ആയിട്ട് ഈ മാക്സിമം എൻതാൽപ്പി മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സസ് ആയിട്ട് നോക്കാം. ജസ്റ്റ് കാര്യം ഇത്രയും മനസ്സിലാക്കിയാൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ്.
ഓക്കെ, ഒരു HS ഡയഗ്രത്തിൽ ഒരു റേലി ലൈനിനെ റെപ്രസെന്റ് ചെയ്ത ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. ഈ ഒരു പർട്ടിക്കുലർ ഫോർ എ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ജി വാല്യൂ. ഓക്കെ, ആ ഒരു ലൈനിൽ എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ടാവും, മാക്സിമം എൻതാൽപി പോയിന്റ് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് എഴുതി വെച്ചാണ്. ഈ മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്ന് പറയുന്നത് മാക് നമ്പർ 1 എന്നുള്ള പോയിന്റ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ മാക്സിമം എൻട്രോപ്പി കിട്ടുന്ന ആ പോയിന്റിൽ എം വാല്യൂ എന്ന് പറയുന്നത്, മാക് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് ലേറ്റർ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്ത് വരാനുണ്ട്. ഓക്കെ, അതൊരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ എന്തുണ്ടാവും, മാക് നമ്പർ 1 ആയിരിക്കും. അതിനനുസരിച്ച് ഇതിന്റെ അപ്പർ കർവിലും ലോവർ കർവിലും മാക് നമ്പർ ഡീവിയേഷൻ ആയിരിക്കും. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, പറയാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ ഇതിന് ഈ കാണിച്ചേക്കുന്നത് എന്താ, നോർമൽ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി വെച്ചിട്ടാണ്. ഇനി ഇതുപോലെ സ്റ്റാറ്റിക് എന്താൽപ്പിന്റെ റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു റേലി ലൈൻ, ഒരു കോൺസ്റ്റന്റ് പോയിന്റ് ജി വാല്യൂലുള്ളത്, മാക്സിമം എൻട്രോപ്പി പോയിന്റ്, മാക്സിമം എന്താൽപ്പി പോയിന്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാഗ്നേഷൻ എന്താൽപ്പി വേരി ചെയ്യുന്ന ഒരു കർവ് കൂടെ വരക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ്സ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കർവ്. ഓക്കെ, സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എങ്ങനെ വേരി ചെയ്യുന്നു, നമ്മൾ എന്താ പറഞ്ഞ ഹീറ്റ് അഡിഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ആണ്. ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ എന്താ, ടെമ്പറേച്ചർ വേരിയും അല്ലെങ്കിൽ എന്താൽപ്പി വേരിയും. സിമിലർ സൈമൾട്ടേനിയസ് ആയിട്ടാണ്. എന്താൽപ്പിയും വേരിയും ടെമ്പറേച്ചറും വേരിയും. സോ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി വേരി ചെയ്യുന്നുണ്ട്. സോ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി വേരി ചെയ്യുന്ന ഒരു കർവാണ് HS ഡയഗ്രത്തിൽ കാണിച്ചാണ്. ഓക്കെ, സോ ഇതിന്റെ അപ്പർ റീജിയനിൽ നമ്മളൊരു റേലി ലൈൻ എടുത്താൽ റേലി ലൈനിന്റെ അപ്പർ റീജിയൻ എന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോ ആയിരിക്കും. നമ്മൾ ഫാനോ ഫ്ലോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. റേലി ലൈൻ എടുത്താൽ റേലി ലൈനിന്റെ അപ്പർ റീജിയൻ എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും, സബ്സോണിക് ഫ്ലോ ആയിരിക്കും. ലോവർ റീജിയൻ എന്ന് പറയുന്നത് സൂപ്പർസോണിക് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പർ റീജിയൻ എന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോയും ലോവർ റീജിയൻ എന്ന് പറയുന്നത് സൂപ്പർസോണിക് ഫ്ലോ ആണ്. സിമ്പിൾ. ബട്ട് സ്റ്റാഗ്നേഷന്റെ കേസിൽ വരുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്. സ്റ്റാഗ്നേഷൻ കർവ് വരുന്നത്, സ്റ്റാഗ്നേഷന്റെ അപ്പർ കർവ് എന്ന് പറയുന്നത് സൂപ്പർസോണിക്കും ലോവർ കർവ് സബ്സോണിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. റേലി ലൈനിന്റെ അപ്പർ കർവ് സബ്സോണിക് ആണ്, സ്റ്റാഗ്നേഷൻ എന്താൽപ്പിന്റെ അപ്പർ കർവ് സൂപ്പർസോണിക് ആണ്. ലോവർ കർവും അതുപോലെ റിവേഴ്സ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവും. ബട്ട് ഇതിവിടെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പിന്റെ കർവ് എടുത്താൽ ഒരു മാക്സിമം സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു മാക്സിമം സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പോയിന്റ് ഉണ്ടാവും. ഈ മാക്സിമം സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പോയിന്റ് വിൽ ബി കോയിൻസൈഡ് വിത്ത് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആയിരിക്കും. ഓക്കെ, മാക്സിമം സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആയിരിക്കും സിമിലർ ആയിട്ട്. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്ത് വരുന്ന വിധത്തിലാണ് ഉണ്ടാകുക. ഈ രണ്ട് ഗ്രാഫും കൂടി വരച്ചാൽ മാക്സിമം സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പോയിന്റും മാക്സിമം എൻട്രോപ്പി പോയിന്റും കോയിൻസൈഡ് ചെയ്ത് വരുന്ന വിധത്തിലാണ് ഉണ്ടാകുക. ഓക്കെ, രണ്ട് പോയിന്റിൽ എന്തായിരിക്കും, മാക് നമ്പർ വാല്യൂ 1 ആയിരിക്കും. ഇനി ഈ ഹീറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് അഡിഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ, കൂളിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്, അതിൽ എങ്ങനെ വേരി ചെയ്യുന്നത് നമുക്ക് ഇനി നോക്കണ്ട. ഇതിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പർ ബ്രാഞ്ച് ഓഫ് റേലി ലൈൻ above the point of maximum entropy correspond to subsonic flow. That is upper line എന്ന് പറയുന്നത് subsonic flow ആണ്. Then lower branch is a supersonic flow. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എടുത്ത അപ്പർ ബ്രാഞ്ച് സൂപ്പർസോണിക് ആണ്, ലോവർ ബ്രാഞ്ച് എന്ന് പറയുന്നത് സബ്സോണിക് ആണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മനസ്സിലാക്കാൻ മാത്രം ഒരുപാട് ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല. ഇതിപ്പോഴും കാണിച്ചതേ കർവിനെ ഒന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു റേലി ഫ്ലോന്റെ കർവ് അതിൽ എങ്ങനെ നടക്കുന്നില്ല, ഒരു പ്രോസസ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, അതിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നതൊക്കെ കാണിച്ചാണ്. ഇനീഷ്യലി ഇപ്പോൾ 1 to 2 എന്നുള്ള പ്രോസസ് അപ്പർ ബ്രാഞ്ചിലാണെങ്കിൽ ഡൗൺ സ്ട്രീം പോയിന്റ് വിൽ ബി ലെഫ്റ്റ് ആൻഡ് അപ്സ്ട്രീം സോറി ഈ പറഞ്ഞ കർവിനെ തന്നെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഒരു ഹീറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹീറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ കൂളിംഗ് പ്രോസസ് വെച്ചിട്ട് ഒന്ന് പറയാണ്. ഹീറ്റ് അഡിഷൻ നടക്കുമ്പോൾ, ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ
പ്രോസസ്സിൽ വേരിയേഷൻ നടക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് കൺസിഡർ ചെയ്തു, ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് കൺസിഡർ ചെയ്യാം. നമ്മളൊന്ന് കോൺസ്റ്റന്റ്ലി ഒരു മാസ് ഫ്ലോ റേറ്റ് നടക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മാസ് ഫ്ലോ റേറ്റ് നടക്കുന്നു. നമ്മൾ രണ്ട് ഡക്റ്റ് കൺസിഡർ ചെയ്തു, ഒന്ന് എയും ഒന്ന് ബിയും. ഒന്നിൽ ഇൻലെറ്റിലുള്ളത് സബ്സോണിക് ഫ്ലോ ആണ്, വേറെ ഒന്നിലുള്ളത് സൂപ്പർസോണിക് ഫ്ലോ ആണ് ഇൻലെറ്റ്. രണ്ടിലും എന്താ നടക്കണേ? ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, രണ്ടിലും ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് നടക്കുന്നു. ഇനി സബ്സോണിക്കിലേക്ക്, ഇൻലെറ്റ് കണ്ടീഷനിൽ സബ്സോണിക് ആണെങ്കിൽ ഹീറ്റ് അഡീഷൻ നടന്ന് എന്തോ ചെയ്യും നോക്കാം. ഓൾറെഡി പറഞ്ഞു, റെയിലി ലൈനിന്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് സബ്സോണിക് ആണ്. ഓക്കെ, ഇനീഷ്യലി ഫസ്റ്റ് പോയിന്റ് ഇത് സബ്സോണിക് റീജിയനിലാണ്, ഇൻലെറ്റ് പോയിന്റ് സബ്സോണിക് ആണെങ്കിൽ ഇതിനകത്തേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വരിക? മാക് നമ്പർ വാല്യൂ ഇൻക്രീസ്ഡ് ആയിട്ട് വരും. ഓക്കെ, മാക് നമ്പർ വാല്യൂ ഇൻക്രീസ്ഡ് ആയിട്ട് വരും, ഫ്ലോ വെലോസിറ്റിയും ഇൻക്രീസ്ഡ് ആയിട്ട് വരും. ഓക്കെ, സബ്സോണിക്കിന്റെ കേസിൽ ഹീറ്റ് ആഡ് ചെയ്താലാണ് പറയുന്നത്. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കണേ, സബ്സോണിക്കിന്റെ കേസിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ മാക് നമ്പർ ഇൻക്രീസ്ഡ് ആയിട്ട് വരും. ദെൻ ഇറ്റ് വിൽ റീച്ചസ് ടു മാക് നമ്പർ 1 എന്നുള്ള പോയിന്റിലേക്ക് വരും. ഓക്കെ, ഇനി സൂപ്പർസോണിക്കിന്റെ കേസിലാണെങ്കിലോ, സൂപ്പർസോണിക്കിന്റെ കേസിലാണെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് മാക് നമ്പർ റെഡ്യൂസ്ഡ് ആയിട്ടാണ് വരും. സപ്പോസ് പ്രോബ്ലത്തിലെല്ലാം നോക്കുമ്പോൾ കണ്ടീഷൻ, ഇൻലെറ്റ് കണ്ടീഷനിൽ സൂപ്പർസോണിക് ആണെങ്കിൽ ദെൻ സൂപ്പർസോണിക് ഫ്ലോയിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ മാക് നമ്പർ കുറയുക ചെയ്യാം. മാക് നമ്പർ വിൽ ഗെറ്റിംഗ് ഡിക്രീസ്ഡ്, കറസ്പോണ്ടിംഗ്ലി ഫ്ലോ വെലോസിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, സോ ഫ്രം ദ ഒബ്സർവേഷൻ തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് 2 സീംസ് ടു ലൈ ഓൺ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. സ്റ്റേറ്റ് 2 സീംസ് ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് സ്റ്റേറ്റ് 1, സബ്സോണിക് ഫ്ലോയിൽ ഹീറ്റ് അഡീഷൻ നടക്കുമ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലെഫ്റ്റ് ഹാൻഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, സോ സബ്സോണിക് ഫ്ലോയിലാണെങ്കിൽ ഇൻക്രീസ്ഡ് മാക് നമ്പർ ഇൻക്രീസ്ഡ് ആയിട്ട് വരും, സൂപ്പർസോണിക് ഫ്ലോയിലാണെങ്കിൽ മാക് നമ്പർ റെഡ്യൂസ്ഡ് ആയിട്ട് വരും. എവിടെ? ഒരു ഹീറ്റിംഗ് അഡീഷൻ പ്രോസസ് ആണെങ്കിൽ. ഹീറ്റ് റിജക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കൂളിംഗ് പ്രോസസ് ആണെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ഒക്കെ ചെയ്യുക. ഓക്കെ, ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് എന്താ? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? എൻട്രോപ്പി ഇൻക്രീസ്ഡ് ആയിരിക്കണം. എൻട്രോപ്പി ഹീറ്റ് ആഡപ്പ് ആകുമ്പോൾ എന്താ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യണം? എൻട്രോപ്പി ഇൻക്രീസ് ആയിരിക്കണം. സോ ഹീറ്റിംഗ് പ്രോസസ് നടക്കുമ്പോൾ എന്താ നടക്കണേ? എൻട്രോപ്പി ഇൻക്രീസ്ഡ് ആവുന്ന ഡയറക്ഷനിലേക്ക് ഫ്ലോ നടക്കും. ഓക്കെ, എൻട്രോപ്പി ഇൻക്രീസ്ഡ് ആവുന്ന ഡയറക്ഷനിലേക്ക് ഫ്ലോ ഡയറക്ഷൻ നടക്കും. സോ ടെമ്പറേച്ചറും ഇൻക്രീസ്ഡ് ആവുന്നു, ഫ്ലോ വെലോസിറ്റി ഇൻക്രീസ്ഡ് ആവുന്നു, ദെൻ thereby മാക് നമ്പർ ഇൻക്രീസ്ഡ് ആയിട്ട് വരും ഫോർ എ സബ്സോണിക് ഫ്ലോന്റെ കേസിൽ. ഓക്കെ, ഇനി സൂപ്പർസോണിക് ഫ്ലോ ആണ് ഇൻലെറ്റ് കണ്ടീഷനിൽ എന്ത് വരും? ഡ്യൂ ടു ഹീറ്റിംഗ് സ്റ്റേറ്റ് പോയിന്റ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്, റിസൾട്ടിംഗ് ഇൻ an increase in static enthalpy and decreasing in the flow velocity. Net effect will be velocity decrease ചെയ്തു, ടെമ്പറേച്ചർ കൂടി, ഫ്ലോ മാക് നമ്പർ ഡിക്രീസ് ചെയ്തു. ഇവിടെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിലാണെങ്കിൽ നമ്മൾ തെർമോഡൈനാമിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അതിനെ. സെക്കൻഡ് ലോ വെച്ച് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു, സ്റ്റാറ്റിക് എൻതാൽപ്പി ഇൻക്രീസ്ഡ് ആയിട്ട് വരുന്നു. സ്റ്റാറ്റിക് എൻതാൽപ്പി ഇൻക്രീസ്ഡ് ആവുന്നു, ഫ്ലോ വെലോസിറ്റി ഡിക്രീസ്ഡ് ആയിട്ട് വരുന്നു. ഇത് രണ്ടും കൂടി നെറ്റ് എഫക്റ്റ് ആയിട്ട് മാക് നമ്പർ എന്തായിട്ട് വരും? ഹീറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനനുസരിച്ചിട്ട് മാക് നമ്പർ റെഡ്യൂസ്ഡ് ആയിട്ട് വരും. എവിടെ? സൂപ്പർസോണിക് ഫ്ലോന്റെ കേസിൽ. ഇത് രണ്ടിൻ്റെ അകത്താണെങ്കിലും ഫ്ലോ റീച്ച് ചെയ്യുന്ന, ഫൈനലി ഫ്ലോ റീച്ച് ചെയ്യുന്ന ഇടത്തേക്കാ. സബ്സോണിക്കിന്റെ കേസിലായാലും ഫ്ലോ വേരി ചെയ്ത് അല്ലെങ്കിൽ മാക് നമ്പർ ഇൻക്രീസ് ചെയ്തിട്ട് മാക്സിമം എൻട്രോപ്പി പോയിന്റിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ ഹീറ്റ് ആഡപ്പ് ആകുന്നതിനനുസരിച്ചിട്ട് എന്താ? ഹീറ്റ് ആഡപ്പ് ആകുന്നതനുസരിച്ചിട്ട് എൻട്രോപ്പി കൂടണം, അല്ല? ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് എൻട്രോപ്പി വേരി ചെയ്യണം. സോ ഇൻക്രീസ്ഡ് ആയിട്ട് മാക്സിമം എൻട്രോപ്പി പോയിന്റിലേക്കാണ് എത്തുക. സോ മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക് നമ്പർ 1 എന്നുള്ള പോയിന്റ് ആയിരിക്കും. ഇവിടുന്ന് മാക് നമ്പർ ഇൻക്രീസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂലേക്ക് എത്തുന്നത് മാക് നമ്പർ 1 എന്നുള്ള പോയിന്റിലേക്കാണ് എത്തുന്നത്. അല്ലെങ്കിൽ സോ മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്തായിരിക്കും? മാക് നമ്പർ 1 ആയിരിക്കും. ആ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കുക. റെയിലി ഫ്ലോന്റെ കേസിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്ന് പറയുന്നത് മാക് നമ്പർ 1 വരുന്ന പോയിന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ നടക്കുക. ഒരു സിംപ്ലി ഇല്ല ഒരു കൂളിംഗ് പ്രോസസ് നടക്കുകയാണെങ്കിൽ സെയിം നമ്മൾ അപ്പുറം പറഞ്ഞ സ്റ്റേജ് തന്നെ രണ്ട് ഡക്ട് കൺസിഡർ ചെയ്തു. എ ഡക്റ്റും ബി ഡക്റ്റിലും ഒന്നില് സബ്സോണിക് ഫ്ലോ ആയിരിക്കും ഇൻലെറ്റിൽ, ഒന്നില് സൂപ്പർസോണിക് ഫ്ലോ ആയിരിക്കും ഇൻലെറ്റിൽ. സബ്സോണിക് ഫ്ലോയിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു, സൂപ്പർസോണിക് ഫ്ലോയിലും ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു.
ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ സബ്സോണിക്കിൽ മാക് നമ്പർ കുറഞ്ഞു വരും, സൂപ്പർ സോണിക്കിലാണെങ്കിൽ മാക് നമ്പർ കൂടി വരും. ഇതിന്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ നടക്കുക, അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഹീറ്റിംഗ് പ്രോസസ്സിന്റെ നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇതെങ്ങനെ എക്സ്പ്ലെയിൻഡ് ആയിട്ടാണ് ചോദിക്കാറുള്ളത് നിങ്ങൾക്ക്. ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക, ഹീറ്റിംഗ് പ്രോസസ്സിൽ സബ്സോണിക്കിൽ എന്താ നടക്കണേ, സൂപ്പർ സോണിക്കിൽ എന്താ നടക്കണേ, അതുപോലെ കൂളിംഗ് പ്രോസസ്സിലും സബ്സോണിക്കിൽ എന്ത് നടക്കുന്നു, സൂപ്പർ സോണിക്കിൽ എന്ത് നടക്കുന്നു. ജസ്റ്റ് ആ മാറ്റർ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സിമിലർലി അപ്പുറം സെക്കൻഡ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന്റെ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ കൂളിംഗ് പ്രോസസ്സിൽ നടക്കുന്നതേ ഉള്ളൂ. അതിന്റെ നേരെ റിവേഴ്സ് എന്താണ് ഹീറ്റിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്, അതിന്റെ നേരെ റിവേഴ്സ്. സബ്സോണിക്കിലാണെങ്കിൽ ആ മാക് നമ്പർ കുറഞ്ഞു വരും, ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് എൻട്രോപ്പി കുറയും. സെക്കൻഡ് ലോ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറ്റ് റിജക്ഷൻ പ്രോസസ് എന്താ, ഹീറ്റ് റിജക്ഷൻ നടക്കുക വെച്ചാൽ ടെമ്പറേച്ചർ കുറയണം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് എൻതാൽപ്പി കുറയണം. സോ സ്റ്റാറ്റിക് എൻതാൽപ്പി കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയും, ദർ ബൈ എൻട്രോപ്പി കുറയണം. അതാണ് സെക്കൻഡ് ലോ വെച്ച് പറയുന്നത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എൻട്രോപ്പി കുറയണം. സോ ആ ഡയറക്ഷനിലേക്കാണ് എന്ത് നടക്കുക, റിയലി ഫ്ലോന്റെ പ്രോസസ്സ് നടക്കുക. സോ അപ്സ്ട്രീം പോയിന്റും ഡൗൺ സ്ട്രീം പോയിന്റും കൺസിഡർ ചെയ്താൽ അപ്സ്ട്രീം പോയിന്റിനായിരിക്കും എന്ത് സ്റ്റാറ്റിക് എൻതാൽപ്പി കൂടുതൽ കമ്പയർ ടു ഡൗൺ സ്ട്രീം പോയിന്റ്, സെക്കൻഡ് ഔട്ട്ലെറ്റ് കണ്ടീഷനിലേക്കാൾ, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഹീറ്റിംഗിലാണെങ്കിൽ നേരെ റിവേഴ്സ് അപ്സൈഡ് ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ട്രാവൽ ചെയ്യുക. ലെഫ്റ്റ് കൂളിംഗ് പ്രോസസ്സിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പ്രോസസ്സ് വേരി ചെയ്യുക, അല്ലെങ്കിൽ പോയിന്റ്സ് സ്റ്റാറ്റിക് പോയിന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോയിന്റ്സിന് ഷിഫ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. സിമിലർലി സൂപ്പർ സോണിക് ഫ്ലോന്റെ കേസിലാണ് സെയിം ആണ് ഒക്കെ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എന്ത് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നതനുസരിച്ചിട്ട് എൻട്രോപ്പി കുറയണം. സോ എൻട്രോപ്പി കുറയുന്നതുകൊണ്ട് തന്നെ പ്രോസസ് ഷുഡ് ബി ഇൻ എ ലെഫ്റ്റ് ഹാൻഡ് മാനറിലേക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോയിന്റ്സിന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. റിമൈനിങ് ആയിട്ടുള്ള ഫ്ലോ പ്രോപ്പർട്ടീസ് വേരിയേഷൻ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഈ പറഞ്ഞ മാറ്റർ ക്ലിയർ ആണോ? ടോപ്പിക്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല നിങ്ങൾ ചോദിക്കാത്തടത്തോളം. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരിക പിന്നീട് അങ്ങോട്ടേക്ക്. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞു. ഒരു സെക്കൻഡ്. അഭിരാം പ്രസന്റ് സാർ. ബിൻ ജോഷി, ആദർശ് കെ കെ, പ്രസന്റ് സാർ. അക്ഷയ് കെ എം, ഇല്ല. ആൽബിൻ തോമസ് സാർ. ആൽബിൻ തോമസ് ഉണ്ടോ? പ്രസന്റ് സാർ. അമൽ കെ പി, പ്രസന്റ് സാർ. ഓക്കെ. അമൽ കെ സന്തോഷ്, അമൽ എം. പ്രസന്റ് സാർ. സാർ അക്ഷയ് ഉണ്ട്. അക്ഷയനെ വിളിക്കും. അവിടെ പോയി അല്ല, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അമൽ എം. പ്രസന്റ് സാർ. അനന്തു, ആശ്രി, അശ്വിൻ, പ്രസന്റ് സാർ. എന്നെ വിളിച്ചിട്ടില്ല സാർ. ഭഗത്, പ്രസന്റ് സാർ. ഓക്കെ. ഡിജിൻ, ഡിജിൻ, പ്രസന്റ് സാർ. വസീദ്ദീൻ, പ്രസന്റ് സാർ. ജിജോ, പ്രസന്റ് സാർ. ജിതിൻ, പ്രസന്റ് സാർ. കാർത്തികേയൻ, പ്രസന്റ് സാർ. ഹലോ. മൃദുൽ, ഓക്കെ. രാഹുൽ, പ്രസന്റ് സാർ. സൂരജ്, പ്രസന്റ് സാർ. സൗരവ്, ശ്രീരാഗ്, പ്രസന്റ് സാർ. വൈശാഖ്, വൈഷ്ണവ്, പ്രസന്റ് സാർ.
वैष्णव पीके, Present sir. वजीम, Present sir. तीनिल, जिष्णु के, Present sir. विष्णु मोहन, Present sir. निखिल, Present sir. रोशित, Present sir. विष्णु एपी, Present sir. तेजस, Present sir. आकाश, Present sir. अभिनय, Present sir. केवल, Present sir. सचिन. Present sir. ओके, थैंक यू. बाकी राशन पर क्लास